നമസ്കാരം. US മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.07%, S&P 500 0.1%, നാസ്ഡാക്ക് 0.14% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. US വിപണികളിൽ പൊതുവെ നല്ലൊരു വോളറ്റാലിറ്റി ഇന്നലെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും സോഫ്റ്റ്വെയർ, IT, അതുപോലെ സർവീസ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്ന് ഫിനാൻഷ്യൽസ്, ബാങ്കിങ് ഓഹരികളിലേക്കൊക്കെ ഒരു സെക്ടറൽ റൊട്ടേഷൻ നടക്കുന്നതായിട്ടാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് നല്ലൊരു വോളറ്റാലിറ്റി കണ്ടിരുന്നു. അതുപോലെ തന്നെ താരിഫ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് ഒരു സ്റ്റീൽ, അലുമിനിയം സെക്ടറുകൾക്ക് അതിനകത്ത് താരിഫിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും ചിന്തിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അതായത് ഒരു പക്ഷേ അത് മാറ്റിയേക്കാം എന്നുള്ള രീതിയിലുള്ള വാർത്തകളുണ്ട്. ഇതേ തുടർന്ന് സ്റ്റീൽ, അലുമിനിയം സെക്ടർ ഓഹരികൾ മുഴുവൻ ഇന്നലെ അമേരിക്കയിൽ സെല്ലിംഗ് പ്രഷർ കാണിച്ചിരുന്നു. അതുപോലെ AI റിലേറ്റഡ് കമ്പനികളുടെ ഏണിംഗ്സ് ഗ്രോത്തിനെ പറ്റിയും ഒരു ആശങ്ക നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടി മാർക്കറ്റ് നല്ല വോളറ്റാലിറ്റി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെയും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും IT, ബാങ്കിങ് മേഖലകളിലെ വന്ന ബൈയിങ് ആണ് മാർക്കറ്റിനെ ഒരു പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിച്ചത്. പ്രധാനമായിട്ടും AI റിലേറ്റഡ് ചർച്ചകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതേ തുടർന്ന് ആന്ത്രോപ്പിക്കുമായിട്ട് പല ഇന്ത്യൻ കമ്പനികളും ടൈപ്പിന് ശ്രമിക്കുന്നു. ഇൻഫോസിസ് അത്തരത്തിലൊരു അലയൻസ് ആയതായിട്ട് വാർത്തകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദാനി ഏതാണ്ട് $100 ബില്യൺ ഈ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ മേഖലയിൽ നിക്ഷേപം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ 200 ബില്യൺ AI നിക്ഷേപം അടുത്ത വർഷത്തേക്ക് ഉണ്ടാകുന്ന IT മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മറ്റൊന്ന്, ഡിജിറ്റൽ സേവന നികുതി ഇന്ത്യ US വ്യാപാര കരാറിൽ നിന്ന് ഒഴിവാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ വായ്പ എടുക്കാനുള്ള കമ്പനികളുടെ ലിമിറ്റ് 750 മില്യണിൽ നിന്ന് 1 ബില്യണിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മൊത്തം ആസ്തിയുടെ 300% വരെ പുറത്തുനിന്ന് ലോൺ എടുക്കാം എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. ചില സെക്ടേഴ്സിന് മാത്രം, ഫിനാൻസ്, NBFC ഉള്ള ചില സെക്ടേഴ്സിന് മാത്രം ഇതിനകത്തൊരു വിലക്കുണ്ട്. ബാക്കി അങ്ങനെ അത്തരത്തിൽ എടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത വന്നത് ഇൻഡസ്ട്രിക്ക് പൊതുവെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വസ്ത്ര കയറ്റുമതി ഈ താരിഫ് മൂലം കുറഞ്ഞു എന്നുള്ള വാർത്തകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫോസിനെ സംബന്ധിച്ചിടത്തോളം ഈ AI ആന്ത്രോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ, ടെലികോം, മാനുഫാക്ചറിങ് എന്നീ സെഗ്മെന്റുകളിലേക്കൊക്കെയാണ് ഇതുപോലുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇനി ജിയോ പൊളിറ്റിക്കൽ വാർത്തകൾ നോക്കിയാൽ US, ഇറാൻ അവരെ ഡിസ്കഷൻ നടക്കുന്നു. പോസിറ്റീവായിട്ടാണ് ഇതുവരെയുള്ള ഔട്ട്കം പറയുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താന്നിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് ഏതാണ്ട് ഭാഗികമായി ബ്ലോക്ക് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതേ തുടർന്നുള്ള ഡെവലപ്മെന്റ്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. മറ്റൊന്ന്, ഫ്രാൻസ് പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ്, റിസർച്ച് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് പലതരത്തിലുള്ള കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്നുള്ള പോസിറ്റിവിറ്റി ഡിഫൻസ് സ്റ്റോക്കുകൾ വരാം. മറ്റൊന്ന്, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് 500 ടൺ ബസുമതി കയറ്റി ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് റൈസ് എക്സ്പോർട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാർത്തയുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ UK, ഫ്രാൻസ് എന്നിവയുടെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. അതുപോലെ ഫെഡിന്റെ മിനിറ്റ്സും വരും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അല്പം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. 25,945, 26,000 ലെവലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗിന് ആശംസിക്കുന്നു.